ഇന്ന് ഞാൻ ഫിഫ കളിക്കുക. അപ്പോഴത്തേക്കും എംബാപ്പയ്ക്കും വിനി ജൂനിയറിനും റെയിൻബോ ഫ്ലിക്ക് പറ്റുമല്ലോ, അതായത് സ്കില്ല്. അപ്പോഴത്തേക്കും നമ്മൾ ആ റെയിൻബോ ഫ്ലിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ബൈസൈക്കിൾ കിക്ക്, അതായത് റൊണാൾഡോ ഇങ്ങനെ തലൂത്തി മറിഞ്ഞടിച്ചില്ല, അത് സിസർ കട്ട്, അത് നമ്മൾ എങ്ങനെ ഫിഫയിൽ ഈസി ആയിട്ട് ചെയ്യുമെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോഴത്തേക്കിനും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇതാ ഞാൻ ഇപ്പോൾ പ്രീമിയർ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, കാണാമെന്ന് പ്രതീക്ഷ. എങ്ങനെ നടക്കാം, ഇതാ ബെൽജിയത്തിൻ്റെ റോഡ്രിഗോ എംബാപ്പയാണോ? ആണ്. ഓക്കെ, ആ റെയിൻബോ ഫ്ലിക്ക് നമ്മളിങ്ങനെ തിരിയണം ആദ്യം. റെയിൻബോ ഫ്ലിക്ക് അതല്ല, എന്നാൽ ഒന്നും കൂടി എംബാപ്പയ്ക്ക് കൊടുക്കട്ടെ. ഇവരെടുത്തോണ്ടിരിക്കും പണിയോ. പിടിച്ചു എംബാപ്പയ്ക്ക് കൊടുക്കുക. ഓക്കെ, റെയിൻബോ ഫ്ലിക്ക് ഗൈസ് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ ആയതാണ്. സീൻ ഇല്ല, ഹാഫ് ടൈം ആയതേ ഉള്ളൂ, നമുക്കിനി സമയമുണ്ട്. എംബാപ്പൻ്റെ കിട്ടി. വിനി ജൂനിയറിനും പറ്റും ഗൈസ്, പക്ഷെ നല്ലതല്ല, അത്രയ്ക്ക് ക്ലിയർ അല്ല. ഓക്കെ, വിനി ജൂനിയറിന് അവിടെ ഓന്ത് വരുന്ന നമ്മളിൽ നിന്ന് ഒരാളെ എടുത്തോണ്ട് പോയി നാക്ക് പിന്നിലോട്ട്. എംബാപ്പേ പാസ് ബെൽജിയം. എംബാപ്പേ എത്തി. റെയിൻബോ ഫ്ലിക്ക് ഗൈസ്, അത് ദൂരെ നിന്ന് ചെയ്യണ്ടോന്ന് പറഞ്ഞു. ഞാൻ ദൂരെ നിന്ന് ചെയ്തപ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എംബാപ്പേ, വേർ ഇസ് ദ എംബാപ്പേ? യാ, ദ എംബാപ്പേ ഈസ് ഹിയർ ഗൈസ്. നമ്മളപ്പോൾ എംബാപ്പേ ഇട്ടുണ്ട് ഗൈസ്. ഫൗളല്ലേ ഒരു അല്ലേ, എനിക്ക് പറയാം ഗൈസ്. നടക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ കിട്ടുന്നു നമുക്ക് ലോബ് ഗൈസ്. ഞാൻ വിനി ജൂനിയറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു ഗൈസ്. ഇപ്പം മനസ്സിലായി റോഡ്രിഗോന് റെയിൻബോ ഫ്ലിക്ക് അറിയില്ല, ബെൽജിയത്തിനും അറിയില്ല. എംബാപ്പേ ഗൈസ്, അതൊന്നും അല്ലേ. പിന്നെ എനിക്ക് കറലൊന്നും വേണ്ട. എംബാപ്പയ്ക്ക് റെയിൻബോ ഫ്ലിക്ക് പറ്റുന്നില്ലല്ലോ. സൂപ്പർ പാട്ട് വെച്ചേ പപ്പ കിട്ടിയാലും കുഴപ്പമില്ല. എന്ത് ഗൈസ്, റൂഡിഗർ വന്നു. സീൻ അവിടെ സുനാമി വന്നിട്ട് കാര്യമില്ല, സോറി സുനാമി വായിച്ച് പറയാണ്ട് മാറിപ്പോയ. അവിടെ എംബാപ്പേ അല്ലെങ്കിൽ വിനി ജൂനിയർ ഒന്ന് വാടേ, അപ്പോഴത്തേക്കും മാച്ചും കഴിഞ്ഞു. പക്ഷെ റിയൽ മാഡ്രിഡ് ജയിച്ചു. എംബാപ്പേനെ വെച്ചിട്ട് ഞാൻ റെയിൻബോ ഫ്ലിക്ക് ചെയ്ത് ഗോളിന് പൊട്ടനാക്കി ഗോൾ അടിക്കുന്നത്. നല്ല രസമാണ് അത്. എപ്പോഴും ഞാൻ റിയൽ മാഡ്രിഡ് എടുക്കാറ്. റിയൽ മാഡ്രിഡ് 8 ഗോൾ അടിച്ചു. ഞാൻ കണ്ടേയില്ല, ഞാൻ നോക്കിയതേ ഇല്ല റെയിൻബോ എത്ര ഗോൾ ഞാൻ നോക്കിയെന്ന്. ഇനി നമ്മൾ ആർസെനലിൻ്റെ കൂട്ടത്തിലാണ്. നമ്മൾ മ്യൂൺഷനിൽ ഞാൻ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, പക്ഷെ പൊട്ടയാണ് മ്യൂൺഷൻ. ഞങ്ങളിപ്പോൾ ജർമ്മനിയിൽ, പക്ഷെ ഞങ്ങളുടെ ഇത് മ്യൂൺഷനാണ്, അതായത് ഞങ്ങളുടെ ക്ലബ്ബ് മ്യൂൺഷനാണ്, പക്ഷെ ഞാൻ മ്യൂൺഷനിൽ കളിക്കാറില്ല. ബാർസലോണ, ബൊറൂസിയ ഡോർട്ട്മുണ്ട് അല്ലെങ്കിൽ റിയൽ മാഡ്രിഡ്. ഞാൻ കുറവ് എടുക്കാറ് പാരീസും ലിവർപൂളും പിന്നെ മറ്റേതും എന്തായിരുന്നു എൻ്റെ പേര്, മാഞ്ചസ്റ്റർ സിറ്റി. അതൊക്കെ പൊട്ട ടീം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റിയൽ മാഡ്രിഡ്. എന്താണെന്ന് വെച്ചാൽ റിയൽ മാഡ്രിഡും ബാർസലോണയും. ലമീൻ യമാലിന് റെയിൻബോ ഫ്ലിക്ക് പറ്റും, പക്ഷേ റേറ്റ് കൂടിയപ്പം ഗൈസ് നിൽക്കും
ഒന്ന് അപ്പുറത്തോട്ട് റേറ്റ് കൂടിയപ്പം അത് നമ്മളുടെ ഇതായിപ്പോയി. അതെന്താ ഇന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് ഹലോ, എനിക്കിപ്പോൾ ചോറ് വേണ്ട. 10 മിനിറ്റ് ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ റൂമിൽ വന്നു. നോക്കണ്ട, പൊട്ട ഇട്ട് അടക്കുന്ന ഞാൻ ഇതാക്കി. ഓക്കെ ഗൈസ്, ഇവിടെ റൊണാൾഡീഞ്ഞോ ഉണ്ടോ? അല്ല, ആർസനല്ല, റൊണാൾഡീഞ്ഞോ അതിൻ്റെ അകത്തൊന്നും. വിനി ജൂനിയർ. എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ലടേ. ഗൈസ് നിൽക്ക, ഇവിടെ എത്തിയിട്ട് ഗൈസ് പറ്റുന്നില്ല എനിക്ക്. എംബാപ്പെ ഗൈസ് പറ്റുന്നില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല. പിന്നെ എങ്ങനെയാ ഗൈസ്, എന്താ പറ്റിയെന്ന് പോലും എനിക്കറിയത്തില്ല ഇപ്പോൾ. അല്ല പിന്നെ അല്ലേ അവിടെ എംബാപ്പെ കുറച്ചടുത്തോട്ട്, കുറച്ചല്ല നല്ല അടുത്തോട്ട്. ഗൈസ് അവൻ അടിക്കാൻ പോയപ്പോൾ പക്ഷെ ബോർഡ് അടിച്ച്, അതായത് എംബാപ്പെ, സോറി. എനിക്ക് ഏറ്റവും ഇഷ്ടം റൊണാൾഡോ, പക്ഷെ അൽനാസർ കിട്ടുന്നില്ല. റൊണാൾഡോൻ്റെ സ്കില്ല് സെറ്റ് ചെയ്യില്ല കേട്ടോ, അതെനിക്കറിയുന്ന. പരം പം പരം 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 പടം 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 ടം ടണം ടം ടം ടം. ഗബ്രിയൽ, അയ്യ സ്ഥലത്തിൻ്റെ പേര് ഗബ്രിയൽ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഏകദേശം ബൈസൈക്കിൾ കിക്ക് പോലെ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബൈസൈക്കിൾ കിക്കല്ല. ഗൈസ് എന്നെ പൊട്ടനാക്കാനായിട്ട് ഇതാ പിടിച്ചോ. അടിയുടെ വന്ന ഗോള്, ഞാൻ ഒരു ഗോള് പോലും അടിച്ചിട്ടില്ല. നിങ്ങളെ ബൈസൈക്കിൾ കിക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഗൈസ്. നിങ്ങളെ ഞാൻ ഷോക്ക് ചെയ്യും ഇപ്പം. ഞാൻ വെച്ചാൽ അവിടെ ഇപ്പം ഞാൻ കാണിച്ചുതരാം. ഇവരെല്ലാവരെയും ഇവർ ഈസി ആയിട്ട് പൊട്ടിക്കാം. എല്ലാവരെയും ഞാൻ വെട്ടിച്ച് പോവും. അയ്യോ, ഇവിടെ കുറച്ച് പിന്നെ എൻ്റെ സ്കില്ലെടുത്തു എംബാപ്പയ്ക്ക്. ഗൈസ് ഡേവിഡ് ബെക്കാം പണിയാം. ഹാഫ് ടൈം 0-0 നിൽക്കുന്നത് ഗൈസ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ 10-15 ഗോൾ അടിച്ച് കഴിയണ്ട. അങ്ങനെ ഞാൻ ബൈസൈക്കിൾ കിക്ക് കാണിക്കാൻ നിൽക്കുക. വിനി ജൂനിയർ, ഇന്ത്യയുടെ പിന്നെ എവിടെയാണ്? ഓക്കെ, നല്ല അടുത്തോട്ട് പോകും ഗൈസ്. പറയുമ്പോൾ ഫോടോരോ അടിച്ചിട്ട് പണിയായി അല്ലേ. ഓക്കെ, യുവർ ടീംമേറ്റ് വാസ് ഓഫ് സൈഡ്. കൊള്ളാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാനത് യൂട്യൂബ് ഇടുമെന്ന് തന്നെ അറിയില്ല. ഞാൻ ബൈസൈക്കിൾ കിക്കിനാണ് വന്നത്, പക്ഷെ പറ്റിയില്ല. എൻ്റെ ഗോളിക്ക് തന്നെ കിട്ടി. ഗ്രൂഡിഗർ ഇതാരാ? അല്ല, ഞാൻ ഉദ്ദേശിച്ചു ഇതന്നെ ഉദ്ദേശിച്ചു. ഗൈസ് റെയിൻബോ ഫ്ലിക്ക് എന്ന് പറഞ്ഞ സ്കില്ല് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓക്കെ, ഇങ്ങനെ ചെയ്ത് നോക്കാം. എംബാപ്പെ എവിടെയെങ്കിലും ആട്ടെ. ഗോളെങ്കിലും അടിച്ചല്ലോ ഒന്ന്. ആരാ അടിച്ചേ? ആരാന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല, ഞാൻ കണ്ടേ ഇല്ല. എൻട്രിക്ക് വേണ്ട, പൊട്ട എൻട്രിക്ക്. അവിടെ എൻട്രിക്ക് പൊട്ടയാണോ? അയ്യോ, എംബാപ്പേൻ്റെ എൻട്രിക്കിന് എനിക്ക് ആവശ്യമില്ല. എംബാപ്പേ, കില്ലൻ എംബാപ്പേ. കില്ലിയൻ എംബാപ്പെ ഗോൾ അടിച്ചു, പക്ഷേ സ്കില്ലില്ലാണ്ട് അവൻ തന്നെയാണ്.
ഗൈസ് എംബാപ്പയ്ക്ക് പാസ് കിട്ടുന്നില്ല. ആ ഗൈസ് ബെൽജിയത്തിൻ്റെ ഇത് എംബാപ്പയാണെന്ന് പറയാം. അവിടെ അവർ ബോൾ എടുത്ത് തേങ്ങാക്കില്ല. പിടിച്ചോ ബെൽജിയം. ഓക്കെ എംബാപ്പ നിൽക്ക് ഗോൾ. പക്ഷേ ഗൈസ് എനിക്ക് നിങ്ങൾ റെയിൻബോ ഫ്ലിക്ക് മറ്റേ ഇത് ഈസി ആയിട്ട് ചെയ്യുന്ന കാണിച്ചു തരണം. ഇതിനെപ്പറ്റിയാണ് ഞാൻ കിടക്കുന്നത് തന്നെ ഇപ്പോൾ ഇവിടെ. ഓക്കെ ഓക്കെ അങ്ങനെ അയ്യാറത്തെ പോയി തന്നെയാണ്. പാവം ബെൽജിയം, പാവം വിനി ജൂനിയർ, പാവം ആരോ. ഓക്കെ ബെൽജിയം അവിടെ സെറ്റ് ആവശ്യമില്ല. എടോ മാങ്ങ അവനെ അടിച്ച് പറപ്പിക്കടോ. അയ്യോ ഗൈസ് ഞാൻ ജയിച്ചു. ഗൈസ് എംബാപ്പേനെ കൊണ്ട് തന്നെ എത്ര ഗോൾ അടിച്ചെന്നറിയാം. മാച്ച് ഹൈലൈറ്റ് 2 ഗോൾ അടിച്ചു എംബാപ്പേനെ കൊണ്ട്. എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. ഗൈസ് ഞാൻ അൽനാസറിലാണ്. ഓക്കെ ഞാൻ കളിക്കുന്ന അൽനാസറിലാണ്. പക്ഷേ ഞാൻ മറ്റേ ഇതെടുത്തപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ് നമ്മൾ ഒന്നും കൂടി ആ നിക്ക് ഞാൻ വരാം. ആ ഞാൻ വരുവാ നിക്ക് ഗൈസ്. ഞാനാണെങ്കിൽ ആർസെൻ്റെയോടെത്തി 1 more ടൈം ഒന്നും കൂടി കളിക്കാൻ പോവാണ് ഗൈസ്. പക്ഷേ ഞാൻ കളിക്കും. ഗൈസ് നല്ല പാടാട്ടോ എനിക്ക്. ക്യാമറ 1 2 ഇതാണ് നല്ലത്. വിനി എത്തി. അവിടെ പാർട്ടി എടാ വിനിക്ക് പറ്റുമോ നോക്കാം. അവിടെ ഗോളായി. ഇത് ഗോളായതാ പക്ഷെ ടീമിട്ടായതുകൊണ്ട് മണിയായി. വിനിക്ക് പറ്റുമോ നോക്കാം. ഇന്ന് നമ്മൾ പിന്നെ അവിടെ പിന്നെ ഏകദേശം അവിടെ റൂഡിഗർ അങ്ങ് തിരിഞ്ഞു. ഇനിയാണ് അതാണ് കണ്ടോ ഗൈസ് വിനി ജൂനിയർ ബൈക്കിൽ ഗൈസ് വിനി അടിച്ചുണ്ടായിരുന്ന ബൈസൈക്കിൾ കിക്ക് അല്ലെങ്കിൽ സിസർ കിക്ക് കണ്ട. ഗൈസ് നിങ്ങൾ തന്നെ കാണിച്ചു. ഓഹോ വിനിക്ക് പറ്റും ഗൈസ്. അപ്പോൾ വിനീനെ ഒന്നും കൊണ്ടിട്ട് അടിച്ചിട്ടൊക്കെ പോലും. വിനി എവിടെടാ? വിനി ജൂനിയർ അവിടെ സില്ല ഒറ്റടി അടിക്കുക. പക്ഷെ വിനി ഇവിടെ നിൽപ്പുമായിരുന്നു. ഇല്ല മുന്നിൽ തന്നെ പോയി നിന്നാട്ടെ. ഞാൻ ലോ പഠിച്ചു നന്നായി. വിനി ജൂനിയർ സിയർ ഗൈസ് അവനെ പറ്റി ജൂനിയർ
ഗൈസ് അത് ബൈസൈക്കിൾ കിക്കല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒരടിയായിരുന്നു. ക്ലിയർ അല്ലായിരിക്കും നിങ്ങൾക്ക്, ഞാൻ ഇപ്പോൾ ക്ലിയർ ആക്കാം. ഇപ്പോൾ ക്ലിയർ. ഇത്രയും പോരാ, ഇത് ഭയങ്കര പാടാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇത് അത്യാവശ്യം ഓക്കെയാണ്. FC മൊബൈൽ FC25 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കളിച്ചാണ്. ഓക്കെ, ഞാൻ ഇതേപോലെ ഒരെണ്ണം അടിക്കുന്നുണ്ട് ബൈസൈക്കിൾ. ഇപ്പോൾ പിടിച്ചു മെൻഡി റൂഡി. കൈസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഹാഫ് ടൈം ആയിട്ടാണ്, പിന്നെ കുഴപ്പമില്ല. ഒന്നും കൂടി കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും മറ്റേത്, ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇപ്പം ക്ലിയറാ അല്ലേ? മിനിമം ഗൈസ് എന്താണ് ഇതിൽ സീനില്ല, ഞാൻ ബൈസൈക്കിൾ അടിച്ചോ, അത്രേ ഉള്ളൂ. സിസർ കട്ട്. വിന്നി ജൂനിയർ എവരിബഡി, നെയ്മർ ജൂനിയർ എവരിബഡി എന്ന് പറയുന്നു. വിന്നി ജൂനിയർ എവരിബഡി എന്ന് പറയുന്നു. അവിടെ അടിക്കില്ല. അത്ര നിങ്ങൾ അത്ര ദൂരെ വെർലയുടെ അടിച്ചതെന്ന് 103 CM ആണേ. മോദിരച്ചിൻ്റെ എടുത്താണ്, പക്ഷേ മോദിരച്ചിൻ്റെ റെയിൻബോ ഫ്ലിക്കില്ല. ആ കെൻഡ്രിക്കിനെ എടുത്താലോ, എംബാപ്പേന് പകരം ബെറ്ററാണ്. ഓക്കെ, എൻഡ്രിക്ക് വേണ്ട, റെയിൻബോ ഫ്ലിക്ക് അറിയുന്നില്ല. ഇത്രയുള്ളൂ പിന്നെ അവിടെ കൈസത് ഇതല്ല. എംബാപ്പയാണോ? എന്നാൽ പിന്നെ തന്നെ കോർണർ അടിച്ചു. അയ്യോ, എന്നത് ഗോൾ അടിച്ചില്ല. പാസ് ഫെർലയുടെ വിനി ജൂനിയർ എത്തി. കൈസ് അതായില്ല, എനിക്ക് മനസ്സിലായി ഇപ്പം എന്താ ചെയ്യാൻ പെട്ടെന്ന്. കൈസ് എന്നാലും സീനില്ലല്ലോ, ഞാൻ രാവിലെ കൺട്രോളർ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതന്നെ, പക്ഷെ ഇതിൻ്റെ ഇട്ടിട്ടില്ല. കൺട്രോളറിൻ്റെ ഉണ്ടല്ലോ. ഞാൻ എക്സ്ബോക്സ് ഉണ്ട് ഇപ്പോൾ, ഇത്രയും ദിവസം ചേർന്നത്. ഇപ്പം എൻ്റെ എക്സ്ബോക്സ് ഉണ്ട്. അവിടെ എൻ്റെ ഗോളി എടുത്തുകൂടായിരുന്നു. +4 മിനിറ്റും കൂടി പിന്നെ ഒരു ഇതങ്ങ് അടിച്ചേക്കാം. ഇനി അല്ലാതെ എംബാപ്പയാണോ അതെനിക്കറിയാം. ഗൈസ് വിനി ഓക്കെ, സീനില്ല. ഗൈസ് ഞാൻ നിങ്ങളെ കാണിച്ചപ്പോൾ എങ്ങനെയാണ് വിനി അടിച്ചത്. ഗൈസ് ഞാൻ കാണിച്ചു തരാം. വിനി ഹൗ വിനി ഗോൾഡല്ല, എങ്ങനെ ഗോൾ അടിച്ചു. വിനി ജൂനിയർ എവരിബഡി. വിനി ഏത് വിനി? ഓക്കെ, ഇതാണ് കറക്റ്റ് സീന്. അതായിരുന്നു സാധനം അതായിരുന്നു. കണ്ടാ
അത് ആളടുത്ത് ഇല്ലാത്ത സമയത്ത് വേണേൽ അടിക്കാം. പ്ലേ സ്റ്റേഷനിലും മേടിക്കാം. പിന്നെ രണ്ടാമത് അടിച്ച വിനീൻ്റെ കോളും കൂടി ഒന്ന് ഞാൻ നോക്കട്ടെ. ഇത് അയ്യോ ഫെർലയുടെ കൈസ് അവിടെ നിന്ന് അടിച്ച കോള് എന്നാ നോക്കിയ ഫെർലയുടെ എന്ത് നല്ലതായിരിക്കും. കൈസ് 20 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇല്ല ഞാൻ കവർ ഇടാത്ത കിട്ടും കവറിൻ്റെ ഒരു മാഫിയൻ്റെ ഇതൊക്കെ ഉള്ള സെറ്റാത് അതിൻ്റെ ഇടാത്ത ഒന്ന് കീറി ഞാൻ ശരിയാക്കാൻ കൊടുത്തേക്കും. രണ്ടാമത്തെ വീഡിയോ കോള് അത് ഏകദേശം ഒരിതായി, പക്ഷെ എന്നാലും പറയാൻ പറ്റൂല. അത് തലകുത്തി മറിഞ്ഞ് അടിച്ചില്ല. അതായത് തലകുത്തി മറിഞ്ഞ്, അതായത് ബൈസൈക്കിൾക്ക് സിസർ കട്ട് അടിച്ചില്ല എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സി യു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. അങ്ങനെ നിങ്ങൾ ഇതിന് എംബാപ്പയും വിനി ജൂനിയറും ഉണ്ടെങ്കിൽ, അതായത് ഏതിൻ്റെയൊക്കെയാന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. 103 എംബാപ്പയും അതോ എത്ര എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടി അടിച്ചു കൊടുക്കും. പിന്നെന്താ ഗൈസ്, നിങ്ങൾ പറ ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. കമൻറ്റ് ഓഫാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കാം, ഓണാക്കാം. അത് ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ ഗൈസ്, ബൈ ബൈ.